ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അപ്പോൾ നമ്മൾ സഫ്വാൻ താഴെ വന്നിട്ടുണ്ട്. മറ്റൊന്നുണ്ടല്ലേ, സമതുണ്ട്. ഞങ്ങൾ താഴേക്ക് പോകണം. സഫ്വാനെ കാത്തിരിക്കുകയാണ് ഇവിടെ. സഫ്വാൻ ഇപ്പോൾ വരും. സഫ്വാൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വാഹനത്തിൽ കയറി ഒരു പോക്ക് അങ്ങോട്ട് പോകുന്നതാണ്. Assalamu alaikum. Guys, this is Safwan, Mr. Pudyapla, Mr. our Samad. And the trip begins. Yes, we'll start. Let's go. ഇപ്പൊ നക്ഷത്രം കാണാനല്ലേ പോണേ. ഇന്ന് ഞങ്ങൾ നക്ഷത്രം കാണാൻ പോവാണ് ഗൈസ്. Safwan, do we have charger in this car? Yeah, fine. അല്ല സി അല്ല, മറ്റേത് സാധാ. അത് വേണ്ട, അവിടെ ഉണ്ടാവിച്ചാ ആവശ്യം വരും. കാരണം ഇത് ചാർജ് ഇല്ലേ, എനിക്കിതൊക്കെ പകർത്തണേ. ഒരു പണിക്ക് ഇറങ്ങുമ്പോ ചാർജ് ആക്കി വരണം എന്നോട് എത്ര വട്ടം പറഞ്ഞിട്ട്. അത് സത്യം പറഞ്ഞ ഞാൻ ചാർജ് ആക്കാൻ വേണ്ടിട്ട് ഗൈസ്, തണുപ്പിനെ വെല്ലാൻ വേണ്ടിട്ട് കൊടൂര ജാക്കറ്റ് ഇട്ടിട്ടാണ് സമത് നിരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഗൈസ്, ഞങ്ങളിപ്പോ ചായ കുടിക്കാൻ വേണ്ടിട്ട് ഒരു കടയിൽ കയറിയിട്ടുള്ള അല്ലേ. അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് മിസ്റ്റർ ദിൽഷാദ്, വെൽക്കം. കമോൺ. നമ്മളിപ്പോൾ കൽക്കരി മേടിക്കാൻ വേണ്ടിയിട്ട് വന്നല്ലേ. സഫ്വാൻ സെലക്ട് ചെയ്യുകയാണ് കൽക്കരികൾ. കൽക്കരി പിന്നെ എന്താ വിറകോ എന്തൊക്കെയാണ് നമുക്ക്? ഓയില് കൽക്കരി ഇതൊക്കെ മേടിക്കാൻ. ഓയിലും കൽക്കരിയിലുള്ളൂ. ഓയിലും കൽക്കരിയിലുള്ളൂ. ഓയിലും കൽക്കരിയും വിറകും. അപ്പം നമുക്ക് ഇവിടെ വേറെ ഇതേപോലത്തെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. എന്താ പറയുക അല്ലേ, ഇവിടെ ഇതിന് പറ്റിയ കുറേ സാധനങ്ങളുണ്ട് അല്ലേ. ഗ്രില്ല് ചെയ്യാൻ പറ്റിയ സ്റ്റാൻഡ്. ഇതാണ് മീനയിൽ ചാർക്കോൽ ലിക്വിഡ്. മീനയിലെ പ്രത്യേകത. എന്താന്ന് വിളിക്കൊരു വണ്ടി നോട്ടം. കാറ്റോക്കല്ലേ എന്താ നമ്മളെ കൂടെ വേറെ ഉണ്ടല്ലോ. അവിടെ ഉണ്ടല്ലോ, നഖം കടിച്ച് നടക്കണം. നമ്മൾ ഐറ്റംസുകളെല്ലാം ഡിക്കിലേക്ക് വെക്കാണ് ഗൈസ്. നമ്മുടെ പ്രിപ്പറേഷൻ എത്ര? ശുക്രിയ, ബായ്. സോ ഗൈസ്, ഞങ്ങള് തിരിച്ചു പോവാണ്. അല്ല, വരുംകാല മണവാളൻ ഞങ്ങളുടെ കൂടെ ഇന്ന് പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ പുതുമണവാളൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 4 വർഷം പഴക്കമുള്ള പഴയ മണവാളൻ അവിടെ മാപ്പോട്ട് നോക്കിയിരിക്കുകയാണ്. ഇത് അപ്കമിങ് ആണ് അല്ലേ. കുറവുണ്ടോ? ഇൻഷാ അല്ലാ. അല്ല, വരാൻ പോകുന്ന മണവാളന് എന്താണ് താങ്കളുടെ ആകാംക്ഷകളും ആഗ്രഹങ്ങളും? ഇതൊക്കെ ഒരു രസമല്ലേ. പുതിയ മണവാളന് എന്താണ് നിങ്ങളുടെ സെറ്റല്ലേ? ഹാപ്പി അല്ലേ? ഉഷാർ, അൽഹംദുലില്ലാ. പഴയ മണവാളൻ എങ്ങനെയുണ്ട്? സെറ്റല്ലേ? താങ്കളുടെ പ്രിയതമക്ക് വേണ്ടി പാടിക്കൊടുക്കുന്ന പാട്ട് ഏതാണ്? അല്ല, പ്രിയതമക്ക് പാടിക്കൊടുക്കുന്ന ഫേവറേറ്റ് പാട്ട് ഏതാ? എന്നാലും പ്രിയതമക്ക് ഒരു സാധനം പ്രിയതമക്ക് വേണ്ടിട്ട് കൊടുക്കുന്ന ഒരു പാട്ട് ഏതാ? ഞങ്ങൾക്ക് അതിന്റെ ഇടയിൽ കഴിക്കാനായിട്ട് ലബനപ്പുണ്ട് ആൻഡ് എന്താണ് അമേൻ ചിപ്സുകളുണ്ട്. അമേൻ ചിപ്സ് അല്ലേ? എല്ലാം നമ്മൾ കഴിച്ചില്ലേ? ഏകദേശം ഒക്കെ കഴിച്ചില്ലേ? നമ്മൾ ഡെസ്റ്റിനേഷൻ ഇപ്പോൾ എവിടെ എത്തിറാ? 40 minutes 45 മിനിറ്റ്സ് കൂടെ ഉള്ളത്. അത് പറഞ്ഞ പോലെ അല്ല, എന്നാലും ഇപ്പൊ കറക്റ്റ് സ്ഥലം എവിടെയാണ്? ഇതിപ്പോ എവിടെ പറയും? അവിടെ ഓൾറെഡി കൈ പുറത്തു. Wow, lot of them. This is like Ooty.
ഇല്ലേ സത്യടാ ഊട്ടി പോയ വരുന്നുണ്ട് നല്ല കണ്ടോ ഒരു ഊട്ടി സെറ്റപ്പ് ഉണ്ട്. നമ്മളിപ്പോൾ പോകുന്ന ഏരിയയിൽ അപ്പുറം റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡിലും ഒരു തേങ്ങയില്ല. മുന്നിൽ കുറച്ച് വണ്ടികൾ മാത്രമേ ഉള്ളൂ ഗൈസ്. ലെഫ്റ്റിലും റൈറ്റിലും എന്തായിരിക്കും ഉള്ളത്? ഇവിടെ ക്യാമ്പുകളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ക്യാമ്പ് എന്ന് പറഞ്ഞാൽ മറ്റേ മെന്റൽ ഹോസ്പിറ്റലും കോവിഡ് സെന്റർ ഒക്കെ. Camel is crossing. Yeah. Always in this way, the camel is always closed. This way, yeah. I'm also looking for that. Because the camel is disturbing us while traveling the. Yeah, now they will not disturb. Because they are sleeping. Because they're sleeping. Yeah. എന്താ പറഞ്ഞ സാധനം? അല്ല ഉണ്ട് സംഭവം ഉണ്ട്. അല്ല ഞാൻ ചോദിക്കട്ടെ തഫാൻ ഇവിടെ എന്താണ് ഇത്ര കൊറേ ഈ നക്ഷത്രം ഇവിടെ മാത്രം ഉണ്ടാകാൻ കാരണം എന്താ? ഇവിടെ ആളൊഴിവല്ലേ? ഇതാണ് മിൽക്കി വേ സ്പോട്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതുവരെ കാണാൻ പറ്റും. എന്താ അതിന് പറയാ ഷൂട്ടിംഗ് സ്റ്റാറില്ലേ? കുറെ ആൾക്കാർ നമ്മളൊക്കെ എല്ലാ ഓട്ടോ വരുമ്പോഴും കാണും. അല്ല ഞാൻ കളീസിന്റെ എപ്പിസോഡ് കണ്ടിട്ടുണ്ട്. Yeah, I know, but I didn't see. But just wait a moment, maybe it will come. Yeah, maybe it will come. Let's wait for some time. No, we can move Some good way is there? Yeah? Really? ഏത് മൂഡ്? തണുപ്പ് മൂഡ്. ഓ എല്ലാരും ബാർബിക്യൂ. ഓ ഞാൻ പോപ്പെടുത്തില്ല. ഒരു പോപ്പ് മതി, മാറി മാറി പോക്കാം. എല്ലാവർക്കും അതോ കാല് താഴ്ന്നു പോണു. ഓ ഗൈസ്, ചെയർ 2 എടുത്താ പോരാ. എത്ര എടുത്തോ? ചെയർ 4 എടുത്തോ? ഞാൻ സാധനം ഇറക്കി തരാം. ഓരോരുത്തരും ഓരോന്ന് എടുത്തു. ഗൈസ് നമ്മുടെ എന്താ പറയാ അമ്പിളിമാമനും നക്ഷത്രങ്ങളും കേട്ടോ. വാവ്, എല്ലാവരും കഷ്ടപ്പെടണം. ഇതെന്താണ് കഷ്ടപ്പാട് തുടങ്ങിയ? ഞാൻ വിറക് കെട്ടെടുക്കുകയാണ് ഗൈസ്. ഓ വിറക് കെട്ടിന് കുറെ കനമുള്ളതുകൊണ്ട് ഞാൻ വിറക് കെട്ടെടുത്തിട്ടുണ്ട്. എന്ത് മണ്ണിനെ വിറക്കരുതെന്നാ? പാടിയല്ല. എടുക്കും. ഓക്കെ, അപ്പൊ ഞാന് വിറക് കെട്ട് ബാക്കിയുള്ള സാധനങ്ങളും ഇതൊക്കെ നമ്മൾ കൊണ്ടുപോകാനുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ എടുത്തിട്ട് നമ്മൾ നമ്മളുടെ ചങ്ങായ ഇതൊക്കെ ഓക്കെലാ? എല്ലാം ഓക്കെലാ? നമുക്ക് ഇനിയും വരാമല്ലോ. എടുത്തോ. പൊടി നിന്നിപ്പോ കുറച്ച് ഫുള്ള് പൊടി കയറി കേട്ടോ. കായ്മലൊക്കെ മണ്ണാവും. ഓക്കെല്ല? എടാ ഇവിടെ അങ്ങനത്തെ സാധനമൊക്കെ ഉണ്ടോ? പാമ്പൊക്കെ ഉണ്ടോ ഇവിടെ? ആ ഓടാ, വെറുതെ മനുഷ്യനെ പേടിപ്പിച്ചല്ലേട്ടാ. എടാ ഇവിടെ അങ്ങനത്തെ പ്രശ്നം ഉണ്ടോ? ഇവിടെ പാമ്പ് എടുക്കണ്ടോ? പാമ്പുണ്ടോ? പേടിക്കാനൊന്നുമില്ല. നിങ്ങൾ അതിനെക്കാട്ടും വിഷയമുള്ളതാ ഇവിടെ ഉള്ളത്. അണ്ണായിമിയെ ഞങ്ങളെ പായ് വിരിച്ച് ഞങ്ങളെ കുറച്ച് സാധനം ടെൻറ്റ് എടുത്ത് അവിടെ ബാക്കിലുണ്ട്, എടുത്തോണ്ടോ. ഞങ്ങളെ കാർ അവിടെയാണ്. ഓ ഗ്ലൗ ഉണ്ടോ കേട്ടോ എന്തെങ്കിലുമൊക്കെ.
പറഞ്ഞ പേര് വയ്യില്ലല്ലോ. നൈസ്. എടാ എൻ്റെ മൈക്കും സെറ്റ് കൊടുത്തിട്ടില്ല. വെരി ഗുഡ്. പിഞ്ചല്ല അതൊക്കെ എടുക്കാറുണ്ട്. ഇതെങ്ങനെയാ മുകളിലേക്ക് പോകും പറഞ്ഞേരി. ആ ഇവിടെ ഓക്കെ. ഇവിടെ ഒരു ചെറിയൊരു ഇതുണ്ട്, എന്താ പറയുക, മറ്റേ ഇതായ മാതിരി. വേറെ എന്തില്ലോ അവിടെ ഡോർ അടച്ചിട്ടില്ല. ഇവിടെ കോമഡി. ചിക്കൻ എടുത്തിട്ടുണ്ടാവുമല്ലോ. ഇതൊക്കെ എന്താ? ഇത് നമ്മളതല്ല. ഇതൊക്കെ എടുത്തു. എന്താ ഇതൊക്കെ ആവശ്യം വരും കേട്ടോ. ആര് റിയലി? ഐ ഡോണ്ട് തിങ്ക് സോ. ആ സാധനം വേണ്ടി വരും. അതെന്താ? ഇത് മറ്റേ കാറ്റടിക്കണതാണ്. പക്ഷെ അത് കണക്ട് ചെയ്യാൻ ഇവിടെ കണക്ട് ചെയ്യും. ഇത് വേണോ? ഇത് വേണോ? വണ്ടിയിരിക്കല്ലേ എടുക്കാം. ഇതൊരു ബോട്ടിൻ്റെ കവറുണ്ട് കേട്ടോ. ബോട്ടിൽ കവർ മര്യാദക്ക് നിന്നോളൂ കരം. അവിടെയൊക്കെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. നമ്മളെ അങ്ങനെ കൈസ് ഞങ്ങൾ മരുഭൂമിയിലാണ് ഇനി ഞങ്ങളുടെ പരിപാടി. ഇനി ഞങ്ങൾ മരുഭൂമിയിൽ ഞങ്ങളുടെ ചിക്കൻ ചുടലും കലാപരിപാടികളുമായിട്ട് ഞങ്ങൾ തകർക്കാൻ പോകണം. ഞങ്ങൾ ടെൻ്റൊക്കെ ഉണ്ട് ഇവിടെ. ടെൻറ്റിൻ്റെ ഉള്ളിൽ ഞങ്ങളൊന്ന് കിടന്നുറങ്ങും. ഞാൻ ആദ്യമായിട്ടാണ് ടെൻറ്റിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങാൻ പോണത് ഗൈസ്. അല്ല ഇവിടെ ടെൻറ്റും നമ്മൾ ഉറക്കമൊക്കെ സെറ്റ് ആക്കാറില്ലേ? അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ടെൻറ്റ്. ഞാൻ ഒറ്റക്കോ അങ്ങനെ റെഡിയാവും. ഈ ഒരു ടെൻറ്റിനുള്ളിൽ നമ്മളെല്ലാവരും കിടന്നുറങ്ങുന്നത്. ഏത് മൂഡ്? വർക്ക് മൂഡ്, ടെൻറ്റ് മൂഡ്. അതാണെങ്കിൽ ഏതെങ്കിലും കാക്കാർ വരും ഈ ഭാഗത്ത് കൊണ്ട് ജിന്നിനെ കണ്ടിരുന്നു. എടാ ഞാൻ കാമട്ടെ, ശരിക്കും ഇവിടെ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിലോ? ഉണ്ടെങ്കിൽ എന്താ നമ്മളെഞ്ചാളുടെ ശരിയാട്ടോ. അതെ ഞാൻ കുറച്ചു നേരം ദർശനം ഞാനും ഇതിൽ പോടാ. അല്ല ആദ്യം നമുക്ക് മറ്റേ അടുപ്പ് നമ്മൾ എവിടെ കൂട്ടും? ആ ഷുവർ. ആദ്യം നമ്മൾ ചാർക്കോൾ എടുക്കണം. അടുപ്പ് കൂട്ടാനുള്ള സ്ഥലം അല്ല ചിക്കൻ ഒക്കെ കൊടുന്നാ? ഓക്കെ പറഞ്ഞ ഒരു ചാർക്കോളോടെ. ഓക്കെ ചെയ്യാ. ഇവിടാണോ? ഇവിടെ പോലീസ് ഇവിടെ. അബുദാബി പോലീസ് ആവണം. എടാ പോലീസൊക്കെ പോണ പോക്ക് നോക്കിയാ പറക്കണം. ആണ് നമ്മുടെ കത്തിക്കൽ ഐറ്റംസ്. പിന്നെ ഇതതിൻ്റെ സ്റ്റാൻഡും മുകളിലേക്കൊക്കെ ഒന്ന് താഴത്തേക്ക് തന്നെ ഒക്കെ. വടക്കേടത്ത് തറവാട്ടിൽ കുഞ്ഞിട്ടി. ഇത് മുകളിലേക്ക് വെക്കുന്നോ? സ്റ്റാൻഡ് ഇതാ. ഇത് പൊക്ക് മറ്റേതല്ലേ അതങ്ങോട്ട് വെക്കുന്നത് ഇങ്ങോട്ട് ഫ്ലോ മൂഡ് സെറ്റായി. സെറ്റാണ് സെറ്റ് മൂടണ. ഏത് അത് മൂടാള്. അടുത്ത നമ്മള് കരിക്കട്ടകൾ ചെരിയൽ. എന്താണ് ഇത്? കനം കൂടിയ വേവ് കൂടിയ ആരെ ബാക്കില്? എന്റെ കീസിന്റെ കീസിലാകുന്നുള്ളു വല്ലായി. അല്ലടാ പൊടി ഉണ്ടാവൂല. പിന്നെ എന്തായാലും കിട്ടിയതല്ലോ നന്നായി. ശ്വാസകോശത്തിന് ഇതൊക്കെ എന്തിനു പുറത്ത് കിട്ടേ? നടന്നോട്ടല്ലേ?
മറ്റേ ഇതൊക്കെ സാധനം കൊടുക്കി മറ്റേ കയ്യിലും പാത്രം ഇതൊക്കെ സ്പൂണൊക്കെ ഇത് എന്തിനാണ് ഇങ്ങനെ ആക്കണത്? ക്യാമ്പിങ്ങിന്റെ ആശയമാണ് സഫ്വാൻ. അവൻ ചെയ്യട്ടെ, അവൻക്ക് കാരണം സഫ്വാന് എക്സ്പീരിയൻസ് ഉള്ളതാണ്. ഇത് ഓയിലാണ്. ഇത് പൊക്കെ വരെ കത്തുക. തേങ്ങമല പോകെ എനിക്ക് തീർച്ചയായും കുഴപ്പമൊന്നുമില്ല. ഇല്ല, ഇത് മണ്ണെണ്ണല്ലോ. മണ്ണെണ്ണ തന്നെ അല്ല, മണ്ണെണ്ണ ഒഴിച്ചാലാണല്ലോ കത്തല്. സഫാന്റെ കൈമായിട്ടുണ്ട്, സൂക്ഷിച്ചോ. ആളോ അന്താളിച്ചോ? അവിടെ എന്താ തല്ലുണ്ടോ? അമ്മ ഒച്ചപ്പാടും ബഹളം, അതുകൊണ്ട് കഴിച്ചോ. ദിൽഷാദ് ഫയർ ഇതെന്താ പരിപാടി? ക്യാമ്പ് ഫയർ ആയിക്കോട്ടെ. ഇതെന്താണ്? വെള്ളം കാണുമോ? ഏറ്റവും നല്ലതാ. ഇത് മറ്റേതാ പട്ടാണി വിറക്. ബംഗാളി നോക്കില്ല. എന്തായാലും കത്തല്ലോ. ആരാ ബാക്കിൽ? ചങ്ങായി പേടിപ്പിച്ചില്ലേ? അല്ല അപ്പുറത്ത് കണ്ടില്ലോ. അല്ല ഇവൻ ചിന്നാണോ? ഇപ്പല്ല അപ്പുറത്ത് പോയത്. ആരാ? ഞാനാ. ചിന്നാട്ടോ. മതിയോ? കഴിക്കാരം മതിയാവും. ഏതോ കട്ടിലപ്പടി പൊളിച്ചോ. ഇത് ഉണങ്ങിയ വിറകാണ്. ഒന്ന് പുറത്തേക്കണോ? തീച്ചുണ്ടായിക്കോട്ടെ ടൈമില്. അതപ്പുറത്തെത്തി. അതിനെന്താ ഇവിടെ അല്ലേ ഇനിപ്പുണ്ടേനി. മണ്ണയച്ച് ഇത് കത്തും. ഇത് കത്തൂല, അതാ കുഴപ്പം. പക്ഷെ നമ്മളിവിടെ മാജിക് സ്ഥിരീകരിക്കും. ഇത് കത്തൂലേ? കത്തിച്ചൂല. അല്ലെങ്കിൽ പേപ്പർ ഉണ്ടോ? കുറച്ച് കരിക്കട്ട എടുത്തിട്ടുണ്ട് സഫാൻ. എന്തിനാ പറയാ? കത്തിക്കാൻ. എന്താണ് അതല്ലാതെ മറ്റേ പാമ്പുണ്ടാവും, വേണ കയറാൻ വരൂട്ടോ. അങ്ങോട്ട് വാ. എവിടെ ആ പാമ്പ് ഡേഞ്ചർ പാമ്പോട്ടോ. പക്ഷെ അവിടെ നിന്നുണ്ടല്ലോ. കയ്യൊക്കെ കത്തിട്ടോ. ക്യാമ്പ് ഫയർ നമ്മൾ സെറ്റായി, നമ്മൾ ഓണായിട്ടുണ്ട്. ഈ സഫാന്റെ 2 പാട്ട്. സഹൃദയരേ മെഡ്യൂർ ഹോസ്പിറ്റലിന്റെ പേര്. ഓൾ കേരള ഫയർഫോഴ്സിന്റെ പേര്. ദിൽഷാദ് ഷൂട്ട് ഞാൻ അങ്ങനെ അറിയാത്ത മാതിരി ഇങ്ങനെ ഇരിക്കാം. വന്ന വഴി മറക്കരുത്. ഹിലാലെ വന്ന വഴി മറക്കരുത്. അത് വേണ്ട. അപ്പൊ നിങ്ങള് 3 ആൾ മാത്രാവൂലേ? അപ്പൊ ഞാനും സഫാനോ? സമ്മത ഇവിടെ ഇരുന്നോ? സമ്മത ഇവിടെ ഇരിക്കടാ. അതായത് നമ്മൾ പറഞ്ഞു വന്നത് അതല്ല പറഞ്ഞത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് പട്ടാണി വർക്കും മറ്റേ മലയാളി വർക്കുമാണ്. മലയാള വർക്കിന് അവിടെ ഒരു സാധു പണിയെടുക്കണ്ട. ഒന്നും കൂടി കരിയാണ്ടില്ലേ? ഇത് എന്താ സാധനം? എന്തിനാ? നമ്മള് കനൽ ഒന്നും കൂടി സെറ്റാക്കി വെക്കണം. ഒന്നുകൂടി കാറ്റടിച്ചണം. സാമത്ത് അവനോട്ട് കൊടുക്കൂ. കാറ്റടിക്ക്. കാറ്റടിക്കാൻ വേണ്ടി വണ്ടിയുടെ ഒരു പാർട്സ് സെറ്റ് പൊളിച്ചു കൊടുക്കും. കാറ്റടിക്കുമ്പോ നമ്മളെ കാറ്റ് മൊത്തം മൂക്കിലേക്കാട്ടോ പോയത്. പൊടി ഗൈസ്, നമ്മുടെ കണല് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ വെക്കും. ഫുള്ള് സെറ്റാക്കും. നമ്മൾ ചിക്കന് നമ്മൾ മസാല ഒക്കെ തേച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ മുകളിലേക്ക് കൂടെ നോക്കും. നമ്മളെ മസാല തേച്ച ചിക്കന് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ലോക്ക് ചെയ്ത് റെഡിയാണ്.
ഓ നോക്കണോ? ഞാൻ എന്താ കേട്ടില്ലേ? ആരെ മസാലക്കൂട്ട് ആരൊക്കെയാണ് ആരൊക്കെ മസാലക്കൂട്ട് പ്രിപ്പയർ ചെയ്തത്? നിങ്ങൾ രണ്ടാളോ അല്ലേ? ഇത് തൈരിട്ടില്ലേ? ഓക്കെ. ഞാൻ ഒന്ന് വരാൻ ലേറ്റ് ആയി. മാഷാ അല്ലാ, നിങ്ങള് കൈപ്പുണ്യം എങ്ങനെയാണെന്ന് നമുക്കറിയാലോ. ഇനി ശേഷം അറിയാം, കഴിച്ചിട്ട് നമുക്ക് ഇതിനെ അറിയാം. ഓക്കെ, അങ്ങനെ ഒരാൾ പണിയെടുക്കുന്നുണ്ട്. യാ, ഡോണ്ട് വറി. യെസ്, അതെ, ഒരുത്തം പണിയെടുക്കുന്നു. അതാണ് എക്സ്പീരിയൻസ് പറയുന്നത്. ചിന്തിക്കാണെന്നാ ഇങ്ങനെ നിക്കണ്ട. കോയി മൊരിഞ്ഞ് നല്ല സെറ്റപ്പ് ആയിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തിരിച്ചു വരും കേട്ടോ. ഞങ്ങളപ്പോൾ തന്നെ പോയിട്ട് പാട്ടടിക്ക് വരാം. കൂട്ടാ മണ്ണെണ്ണ ഒഴിക്കും കുറച്ച്. സദോസ്ത തിരിച്ചിട്ട് ഷെയർ ഡോണ്ട് യു നോ വി ഹാവ് പായ്. നിന്റെ ബേക്കറിയോ എന്തിനായി? ഇവിടെ മണ്ണെണ്ണ കഴിച്ചാ പറയല്ലേ. അപ്പോൾ ഇത് എനിക്കിരിക്കാനുള്ള പായ് നമുക്ക് രണ്ടുപേർക്ക് അല്ലേ? ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നല്ലപോലെ പിരിച്ചുമ്പോൾ അത് കഴിയും. പക്ഷെ നമ്മൾ ചെരിഞ്ഞിരിക്കണ്ടില്ലല്ലോ കൂട്ടാ. മറ്റേ സാധനം കളിച്ചാലോ? ഏത് അന്താഷ്കനി? അത് പൊളിക്കും. ഏത് മൂട്? അക്ഷര മൂട്. മലയാളം പാട്ട് പാട്ടാ. ഞങ്ങൾ അന്താഷ്കനി കളിക്കാൻ പോകണം. അന്താക്ഷരി ഞാൻ വെറുതെ സ്റ്റൈലാക്കിയതാ. പറയും. ഞാൻ പറയാം. അക്കുത്തി കുത്താന വരുമ്പത്തക്ക കുത്തി സായടാ. സാ സ്റ്റാർട്ടിങ് വരണം. അത് ഏല്ലേ? പാട്ട് പാടാം. പറ്റില്ല. കളി കളിക്കുമ്പോ സരിഗമപ്പ സാഗരങ്ങളെ പാടി ഉണർത്തിയ സംഗീതമേ രാഗസംഗീതമേ പിന്നല്ല സാഗരങ്ങളെ അങ്ങനെ പോ ആന്റി ക്ലോക്ക് ആണ് സമ്മതി. എന്നാ ഞാൻ പാടാം. ഈ എത്ര പോലെ മറ്റേട്ടോ ഇന്ത്യന്റെ രാജ്യം അല്ല നിങ്ങളോട് മനസ്സിലാക്കണ്ട. ഇന്ത്യന്റെ രാജ്യട്ടോ യു എയിൽ മദ്രസയിലാക്കണ്ടല്ലോ. പാട്ടുണ്ട്, അത് നിങ്ങൾക്ക് അറിയാതെ. ഇതുണ്ടാക്കിയതാ പോകുന്നുണ്ട്. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, പെണ്ണിൽ നിന്നും പറഞ്ഞതൽ പൈങ്കിളി മലർത്തേങ്കിളി, പൈങ്കിളി മലർത്തേങ്കിളി. നമ്മളെ ചിക്കൻ എന്തായി പറഞ്ഞവര്? ചിക്കൻ ഓൾമോസ്റ്റ് സെറ്റായി വരുന്നുണ്ടല്ലേ? രണ്ട് പാട്ടടിച്ച് തരാ ചിക്കനോട് 2 പാട്ടടിച്ച് തരാറുണ്ട്. താമരക്കുരുവിക്ക് തമിഴേ തങ്കക്കിനാവിന് കമ്മലിടെ അലിമുല്ലക്ക സുറുമക്ക് സിന്ദൂര സന്ധ്യേ പറയൂ പാലേ കരയളിച്ചു പറയൂ
പച്ചപ്പാനം പുന്നാരപ്പൂ മുത്ത് ഉച്ചയ്ക്ക് കൊച്ചു വാഴത്തോപ്പിൽ ഒന്നിളം പൊന്നഴകി നിന്നെ കേരളത്തിൽ പിണക്കിയല്ല. എന്താണ് അത് പറ്റില്ല, ഫസ്റ്റ് ആയല്ലോ. ഫസ്റ്റ് ആ അല്ല ആരെ ബാക്കിലേ പാടട്ടെ. വാ കണ്ണാലെ ചിന്നാത്തം കൂടാൻ വാ വാണ്ടക്കാവേ വാ പശുവിന്റെ പാല് കേൾക്കാം കേൾക്കാം കണ്ണാളെ ചെങ്ങാതി കണ്ടു പോയോ ചാർത്തി വരുന്നവളെ പുലരിപ്പെണ്ണെ നിന്നെ കാണാൻ പൂതി പെരുകണ മനസ്സിൽ നീ ഒരു സുന്ദരിയല്ലേ ദേവമനോഹരിയല്ലേ നീ ഒരു സുന്ദരിയല്ലേ പ്രേമ മനോഹരിയല്ലേ ധനത്തിന്റെ ബീരാൻകുട്ടി ആ സാധനം ഈസിയാണ്. ആ ഡാഡി മമ്മി വീട്ടിലില്ല കടപ്പോട്ട യാറുമില്ല പല അത് പോടാ പുല്ലത്തില്ല നില്ലടി നില്ലടി കുയിലേ ചെല്ലടി ചെല്ലടി മയിലേ നെല്ലടി കുയിൽ. റെഡി ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മുടെ ചിക്കൻ ഏതാനും ഇങ്ങനെ മുരിഞ്ഞിങ്ങനെ ആ മുരിയലിന്റെ സൗണ്ടാണ് ഇപ്പൊ കേട്ടോണ്ടിരിക്കണേ. ഇറങ്ങിയിട്ടുള്ള സൗണ്ട്. ഇത് രണ്ടെണ്ണം അല്ലേ? ഒരു സെറ്റ് കൂടെ ഉണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് അടുത്ത സെറ്റും കൂടി നമ്മൾ വെക്കും. എന്താ അവിടെ സംഭവിക്കണേ? ആ വന്നിട്ടില്ല ഇവിടെ ആയിക്കോട്ടെ. എന്നിട്ട് എന്താണ് വറക്കലെങ്കിൽ തീ കൊണ്ടാണ്. ഒരു പീസ് നല്ല കരിയുണ്ട്. ലാസ്റ്റ് തൊട്ട് നമ്മൾ എന്താക്കിയാന്നറിയാം, കഴിഞ്ഞ ഇതിന് ചോറ് വാങ്ങിക്കൊണ്ടെന്ന് ചോറ് മാത്രം മന്തി റൈസ് മാത്രം ചിക്കൻ ചുട്ടിട്ട് എന്താക്കിയെന്നറിയാം, മന്തി റൈസിന്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് അല്ല തിന്നാൻ നേരത്തെ ചൂടാക്കാം. അതല്ലേ എന്താ നല്ല ചൂടായി അത് എന്റെ കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? നല്ല കഴിഞ്ഞിട്ടല്ലേ ചൂടുള്ള കുബൂസ് ഒരെണ്ണം കൂടി ഉണ്ടോ ബക്കറ്റിൽ? ബക്കറ്റില്ല ഒന്നുകൂടി ഉണ്ടെന്ന് കേട്ട്. ഇവിടെ ഒന്നും ഇല്ലല്ലോ കുബൂസൊന്നും, ഞാൻ കണ്ടില്ല കേട്ടോ. പില്ലൊന്നും എടുത്തിട്ടില്ല നമ്മള് വണ്ടിന്ന് മണ്ണാക്കുന്ന തിന്ന് കഴിഞ്ഞിട്ടുണ്ടല്ലോ വൃത്തിയായിട്ട് ഒറ്റ കിടത്തം കിടന്നാല് നല്ല രസമുണ്ടാവും. കഥയും പറഞ്ഞിട്ടുള്ളൂ. സഫാന്റെ കുറെ കഥകൾ കേൾക്കാനുണ്ട്. ആ തത്തുള്ള സാധനം ഉണ്ടാവും. പ്രേതപ്പെട്ടാലോ? അടിപൊളി മൂവി. നാട്ടിൽ വന്നവരുണ്ടോ? ഞാൻ നെറ്റ്ഫ്ലിക്സ് എന്റെ അടുത്ത്
വന്നു ഫസ്റ്റത്തെ സെറ്റ്. സഫാൻ ഒന്ന് വന്നാ പിടിച്ചേ. രണ്ടാമത്തെ സെറ്റ്. എടാ ജപ്പാൻ ചാലോ. ഫസ്റ്റിന്റെ കഴിഞ്ഞു. ഇതാരും പിടിച്ചേ. പൊള്ളുത് എന്താന്നറിയില്ല. ഇത് ഫസ്റ്റത്തെ സെറ്റ് ഏതാണ്ട് സെറ്റായിട്ടുണ്ട്. ചിക്കനൊക്കെ ഇതാകുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ സെറ്റ് കഴിഞ്ഞു. നമ്മളത് എടുക്കണം. നമ്മളതിനെടുക്കണം. ചിക്കൻ വില ഇല്ല, അതിനൊക്കെ ഒരു പരിപാടി ഉണ്ട്. കണ്ട എന്താണ് ഞാൻ വേണ്ട. ഏയ് പിരിച്ചെടുത്ത മാഷാല്ലാ. നെക്സ്റ്റ് പീസ്. ഓക്കെ, പീസ് കൂടി. ഹൈ 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 ഹൈ. ഇതുണ്ടോ? ചൂടുണ്ടോ? ഫസ്റ്റ് സെറ്റ് നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഇതാ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓയിൽ പേപ്പർ ഏത്? ഇതാണോ? അങ്ങനെ ഫസ്റ്റ് സെറ്റ് നമ്മൾ ഫോയിലിട്ടിട്ട് മൂടി വെച്ച് അങ്ങനെ തന്നെ മൂടിക്കുക. ദമ്മിൽ തന്നെ കുറച്ച് ഉള്ളി കൊണ്ടുവരില്ലേ? നല്ല മണം. ഇപ്പോൾ ശരിക്കും വീട്ടിൽ നോക്കിയിട്ടുണ്ടോ? ചൂടുണ്ടല്ലേ? കാര്യം ചോദിക്കാം. This is our second set. മസാല കഴിച്ച് മണ്ടി പിടിക്കട്ടെ. അപ്പോൾ നമ്മളൊന്നും ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് കോഴി ഫ്രൈ. കോഴി ഫ്രൈ. അപ്പോൾ നമ്മളൊന്നും ഉണ്ടാക്കാൻ പോകുന്നത് കോഴി ഫ്രൈ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതങ്ങനെ പിടിച്ചിട്ട് വരുമ്പോഴല്ല നമ്മളൊരു പിടിൻ്റെ കഴിഞ്ഞിട്ട് ഏറ്റവും മോനെ. ഇത് കഴിഞ്ഞിട്ടേ ആ കുബൂസ് 2 ടീം വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. എന്നിട്ട് ആ ഹമൂസിലും ഗാർലിക്കിലും നോക്കിയിട്ട് നല്ല തീ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ചുടാൻ പോകുന്ന ചിക്കൻ. രണ്ടാമത്തെ ചിക്കൻ. രണ്ടാം ചിക്കൻ. ഓക്കെ, ബൈത്തും പാട്ട് തുടങ്ങട്ടെ. ആയിക്കോട്ടെ. ഞങ്ങളുടെ ടെൻ്റ് അവിടെ അനാഥയായിട്ട് നിൽക്കുന്നത്. ആയിക്കോട്ടെ. പാടാം കൊണ്ണിമേലി ഈരമിടാം. ആരെ ബാക്കിൽ ആരില്ല. നമ്മൾ രണ്ടാം ഭാഗവും എടുക്കുകയാണ്. അങ്ങനെ പിടിച്ചാൽ നിലത്ത് കൂടും. ഫ്ലാഷ് ഓഫ് ആക്ക്. ഞാൻ ഫ്ലാഷ് ഓണാണ്. കൂടി അങ്ങനെ പിടി. എന്താ ഒന്നുകൂടെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ, ബെറ്റർ. ഒന്നുകൂടി ആയിക്കോട്ടെ, എന്നിട്ട് നമുക്ക് പുറത്തിറക്കട്ടെ. ഇവിടെ ഒന്നും ആയിട്ടില്ലടാ. നമ്മളെ മണ്ടി പാഞ്ഞിട്ട് എടാ ഇതാ ഇവിടെ കണ്ടിട്ട് ഓ ആയില്ലേ. എനിക്കോണ് ഇവിടെ കേട്ടോ നല്ല കണലില്. കുബൂസ് കൊറേ നേരം വെച്ചാ ലാസ്റ്റ് വെക്കാം. നോക്കണം. ഒരു ഭാഗം ഈ ഭാഗമായിട്ടുണ്ടോ? കാരണം ഈ ഭാഗത്ത് ചെറിയ എല്ല് പീസുകൾ മാത്രമേ. മേൽഭാഗം. ഓ, അതാണ് ആ സ്പൂണിൻ്റെ പ്രത്യേകത കേട്ടോ. കുത്തി അരിയ. എന്ത് കണ്ണാൻ്റെ വെള്ളം കഴിഞ്ഞോ?
മന്തി റൈസ് ഒക്കെ വാങ്ങിയിട്ട് മന്തി റൈസിന്റെ മുകളിൽ വെച്ചിട്ട് തക്കാളി മണല് ബാക്കില് ഏത് മൂട്? വെള്ളം മൂട് അല്ല കെകൽ മൂട്. അയ്യോ അവിടെ എന്താ കത്തണ്? എത്തി കാട്ടിന് വാരി തിന്നു അവിടെ ഒരു പായിട്ടിട്ട് നോമ്പിനും സ്കൂൾ അവിടെ ഇരുന്ന് നോമ്പിറന്നു. ഇങ്ങനെയാണ് നമ്മൾ കുബൂസ് ചൂടാക്കൽ അല്ലേ? അടിപൊളിയായിരുന്നത്. നോമ്പ് നമുക്ക് അങ്ങനെ ആക്കട്ടോ. നോമ്പ് 6 മണിക്കൂറല്ലേ പണി? നോമ്പല്ല രസം. നോമ്പ് പട്ടാന്ന് പറഞ്ഞു പോകും. ഇത് നമ്മളെ രണ്ടാമത്തെ ചിക്കനും കൂടി നമ്മൾ എടുക്കാണ്. കഴിഞ്ഞിട്ടോ പരിപാടി. നമ്മളെ പൊരി കഴിഞ്ഞു. ഇല്ല ഇത് ഒന്ന് മൊരിഞ്ഞാണ്. മൊരിയാണിത്. മൊരി മണ്ണിലേക്ക് ഇട്ടില്ല. അടുത്ത പരിപാടി മണ്ണിലേക്ക് ഇട്ടോ. അടുത്ത നമ്മളെ പരിപാടി എന്ന് പറയുമ്പോൾ കുബൂസ് ആൻഡ് ഐറ്റംസ് സെറ്റാക്കി. നമുക്ക് എത്ര വേണ്ടി? എല്ലാവർക്കും എല്ലാം കൂടിയാണല്ലോ, എനിക്ക് മാത്രം. ഇതെന്താണ്? തൈരോ? തൈര്, സാമ്പാർ, ഗോഡ് 7 അപ്പ്, മൗണ്ടൻ ഡ്യൂ, ലേറ്റ് അടിക്കുക. തൈര്, വെങ്കായം, പപ്പടം. ഇത് ഒപ്പിയല്ലേ? ഇത് എന്നത്? അത് സിന്നത്. ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ആവശ്യമുണ്ട് സാധനമൊക്കെ. ഇതെന്താടാ? നമുക്ക് ടിഷ്യൂ ബോക്സ് എടുക്കായിരുന്നു കേട്ടോ. മേ ബി ഹിസ് ആയിരിക്കൂടാ. എന്തെങ്കിലും ഉണ്ടാവും. സാലനൊക്കെ ആയിരിക്കും. സൂപ്പെങ്കിൽ സൂപ്പ് പൊളിക്കട്ടെ. ഇതാകുന്നു ലൈറ്റ്. ഏത് മൂട്? വെങ്കായം മൂട്. എന്താ സാധനം? തുറന്നു നോക്കിയ ഗൈസ്, ഇത് നമുക്ക് ഞാൻ പറയുന്ന സാധനം ഇജെന്ത് പറയണോ? സൂപ്പ്. ഞാൻ പറയില്ല സൂപ്പാണിത്. സൂപ്പൊക്കെ തണുത്തിട്ടേ വെങ്കായായി. ഏത് മൂട്? വെങ്കായ മൂട്. അപ്പൊ ഗായ്സ് നമ്മളുടെ കയ്യിൽ അല്ല ഇത് ഓപ്പണാക്കി. ഇത് ഓപ്പണാക്കിക്കോ. ഇത് ചിക്കനാ? അമ്മൂസ് ഓപ്പണാക്കിക്കോ. അമ്മൂസ് ഇതിന് ഓപ്പണാക്കണ്ട. കുത്തണ്ടായില്ലേ? അമ്മൂസ് അല്ല ഇത് കുത്തണ്ടേ? അല്ല ഇത് കുത്തണ്ടേ? ഇത് പൊട്ടിച്ചിട്ടൊക്കെ ഞാൻ ചങ്ങായിമാര് വരുമ്പോ ഒരു ഒറ്റ തന്നോട്ടെ. തുറന്നു വെക്കാണ്ട് ഇതാക്കിയിട്ടോളാ. ചെറിയൊരു ഇട വെച്ചോളാം. നമ്മൾ ഒരു പേരില്ലേ മലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞു. ഇല്ലാതെ ഞാൻ ഈ മാസ്ക് ഒരു ടീച്ചറുണ്ടാവും. എന്താണ് ഞാൻ പറയട്ടെ? ക്ലാസ് ഉണ്ട് നമുക്ക്. ക്ലാസ് ഇല്ല. ഞാൻ അപ്പളേ പറഞ്ഞു. ഞാൻ അവനോട് ഞാൻ ചോദിച്ചു അവനോട് ഇപ്പൊ ഒരു മണിക്കൂർ മുമ്പ് തുടങ്ങിയത് എന്നെ വിളിച്ചിട്ട് അപ്പൊ ആ സമയം കൊണ്ട് ഇതൊക്കെ വാങ്ങിക്കൂടെ എനിക്ക്? ഇതൊന്ന് കൈകട്ടെ. ഗൈസ് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങള് ചിക്കൻ റെഡി അല്ലേ? ചിക്കൻ റെഡി. ഞങ്ങൾ റെഡി. ഇനി ഞങ്ങളുടെ തീറ്റ തുടങ്ങണം. എല്ലാം റെഡി അല്ലേ? അയ്യവാ ഇതെന്താണ്? കുബൂസ് ചെരി എന്തും കാട്ടിക്കും.
കുബൂസ് ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഇതിലിങ്ങനെ കുത്തുക, അമ്മൂസിലിങ്ങനെ കുത്തുക. ടിഷ്യൂ ഉണ്ടോ? ചിക്കൻ പീസ്. ഹൗ ഈസ് ദിസ്? സോ സ്മൂത്ത്. സഫാൻ്റെ പറയല്ല, സാധനമായിട്ട് വേണ്ട. നല്ല മസാല കേട്ടോ സമത. ഞാൻ മാത്രമല്ല, ദിൽഷാഖിയും സഫാനും സെറ്റല്ലേ ഉണ്ടായിരുന്നു. ഹിലാൽക്ക് പിന്നെ കുറച്ച് ലേറ്റ് ആയ കാരണം പങ്കെടുക്കാൻ പറ്റിയില്ല. ഇതോട്ട് സാധനം വളഞ്ഞ തന്നെ. ഇത് കുറ്റം പറയണ നീ കേട്ടോ. വർഷമായിട്ട് കുറ്റിയാണ് മസാല ഉണ്ടാക്കിയത്. ഞാൻ കഷ്ടപ്പെട്ട് കുറച്ചാടോ ഞാൻ ഉണ്ടാക്കിയത് ഞാൻ കുറ്റം പറയും. അപ്പം നമ്മൾ ഫുഡടി കഴിഞ്ഞ് ഇനി നമ്മൾ കിടക്കാൻ പോണം. എവരിബഡി എന്താണത് അങ്ങനെ ഒരു ഞാൻ തലേന്ന് ഇങ്ങോട്ട് വന്നല്ലോ. ഇതാ പോയി പൊതുപ്പിട്, നിങ്ങൾ കൂടി പോപ്പിട്. അപ്പൊ ഞാൻ തൽക്കണില്ല എടുക്ക് ജാമായി പൊതപ്പില്ല. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടി കിടന്നു. വിളിച്ചോളൂ എല്ലാവരും. അത് തണുപ്പിട്ടില്ല. ഇപ്പൊ ശരിക്കും പെരും തണുപ്പ് കൂടി. കാരണം എന്താണെന്ന് അറിയോ? എന്തുകൊണ്ടാ? കാരണം തണുപ്പ് കൂടിയുണ്ട്. തണുപ്പ് കൂടിയുണ്ട്. സീനട്ടോ ഇത് പിടിച്ചാ അവിടുന്ന് ഉണ്ടാവും. കാര്യം എന്താ അറിയോ? എല്ലാരും ഗുഡ് നൈറ്റ് പോയി. ഗുഡ് നൈറ്റ്. ഇപ്പോൾ സമയം 4:48. ഒറ്റൊന്നും ഉറങ്ങിയിട്ടില്ല. ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉറങ്ങി വർത്താനം പറച്ചിലും കളിയും ചിരിയൊക്കെ ആയിട്ട് ഞങ്ങളിനി തിരിച്ച് പോകാൻ പോവാണ്. തിരിച്ച് ചൂടാക്കി കുറച്ച് ഞങ്ങൾ ഇറങ്ങി. ഗൈസ് ഇപ്പോൾ സമയം 5:06. 5 മണിക്ക് ഞങ്ങൾ തിരിച്ച് പോകണം. രാവിലെ 5 മണി. ഒരാളും ഉറങ്ങിയിട്ടില്ല. ഉറങ്ങാൻ വന്നല്ലേ നമ്മൾ? പറഞ്ഞില്ല ചെറിയ ചിന്ന ഉറക്കം. എല്ലാവരും കാലിട്ടിട്ട് കയറാം. പൊടിയാണ്. പാൻ്റൊക്കെ നോക്കാം ആദ്യം. പാൻ്റൊക്കെ കുട്ടി എൻ്റെതും Let's go guys. എത്തല്ലേ? വാവ്. അങ്ങനെ നമ്മള് ഫൈൻ അൽഹംദുലില്ലാ. സെറ്റാണ്, ഹാപ്പിയാണ്, മൂഡാണ്. ഇല്ലല്ല അതാ അത് മോനെ സെറ്റല്ലേ? തണുക്കുന്നുണ്ടോ? എനിക്ക് കാലിൻ്റെ വിരലുകൾ ഭയങ്കര തണുക്കുക. വേണ്ടിട്ട് കറക്കി. ഇറ്റ്സ് വിത്ത് മീ. കഴിഞ്ഞു. How's the time? 6:36. നമ്മളെത്തി, അബുദാബിയിലെത്തി.